എൻ്റെ പേര് ജയശ്രീ. ഞാൻ കായംകുളത്തുനിന്ന് വരുന്നു. ഇവിടെ ഈ അൾത്താരയിൽ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയാൻ എനിക്കും എൻ്റെ മോൾക്കും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യം പറയുകയാണ്. എൻ്റെ മകള് MBBS പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് പരീക്ഷാഭയം കാരണം ഒരു 2-3-4 വർഷം ഇവൾ പഠനത്തിൽ നിന്നും വിട്ടുനിന്നപ്പോൾ ഒരു വിധത്തിലും ഇവളെ പല ഡോക്ടേഴ്സിനെയും എല്ലാം കാണിച്ചു. പക്ഷേ എന്നിട്ടൊന്നും ഇവൾ പഠിക്കാൻ കോളേജിലേക്ക് പോവുകയില്ലായിരുന്നു. ഫസ്റ്റ് ഇയർ പരീക്ഷയ്ക്ക് കയറിയപ്പോൾ അവിടെ വെച്ചൊരു ഭയം ഉണ്ടായി ആൾ തിരിച്ച് വീട്ടിലേക്ക് വന്നതാണ്. പിന്നെ ഇവൾ തിരിച്ച് കോളേജിലേക്ക് പോകുകയില്ല. അങ്ങനായി ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് മുഖേന ഇവിടെ കൃപാസനത്തിലെ വന്ന് ഉടമ്പടി എടുക്കുന്ന വിവരം അറിയുകയും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ആ ഉടമ്പടിയിൽ എൻ്റെ മകളുടെ വിദ്യാഭ്യാസ കാര്യം തന്നെയാണ് എഴുതിയത്. അതിലൂടെ അവൾക്ക് കോളേജിലേക്ക് തിരിച്ച് ഇതെടുത്തു കഴിഞ്ഞപ്പോൾ കോളേജിൽ നിന്ന് വിളി വന്ന് കുട്ടിയെ എത്രയും പെട്ടെന്ന് കോളേജിൽ കൊണ്ടുചെല്ലണമെന്ന്. അങ്ങനെ ഞാൻ അവളെയും കൊണ്ട് കോളേജിലെത്തി ഫസ്റ്റ് ഇയർ എക്സാം സമയമായി. അപ്പോൾ ഞാൻ ഉടമ്പടി കാശ് രൂപവും ഉപ്പും മകളുടെ കയ്യിൽ കൊടുത്തിട്ട് എക്സാം ഹാളിലേക്ക് പറഞ്ഞു വിട്ടു. എക്സാം ഹാളിൽ പോയി ഫസ്റ്റ് ഇയർ എക്സാം എഴുതി 4 വിഷയങ്ങളും ഡിസ്റ്റിങ്ഷൻ മാർക്കോടുകൂടി അവൾ പാസ്സായി. സെക്കൻഡ് ഇയർ എക്സാമും അങ്ങനെ തന്നെ 4 വിഷയങ്ങളും പാസ്സായി. തേർഡ് ഇയർ എക്സാം 3 വിഷയങ്ങളായിരുന്നു. ആ 3 വിഷയങ്ങളും പാസ്സായി. ഫൈനൽ ഇയർ എക്സാം വന്നപ്പോൾ ഞങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടായി. സാമ്പത്തികമായി ശകല ബുദ്ധിമുട്ടിലായി. അപ്പോൾ കുറച്ച് പൈസ ഫീസ് അടയ്ക്കണമായിരുന്നു. ഫീസ് അടയ്ക്കേണ്ട കാരണം കൊണ്ട് 2 മാസം ഇവർ കുട്ടിയെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ സമ്മതിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ എനിക്ക് കുറച്ച് വസ്തു ഉണ്ടായിരുന്നു. അത് വെച്ച് ലോൺ എടുക്കാൻ പല ബാങ്കുകളെ സമീപിച്ചു. അവിടെ എല്ലാം ചെല്ലുമ്പോൾ വഴിയില്ല, വസ്തുവിന് വഴിയില്ലാത്തത് കൊണ്ട് ലോൺ തരില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അപ്പോഴും ഉടമ്പടിയിൽ തന്നെയാണ് ഞാനും എൻ്റെ മകളും. ഉടമ്പടിയിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാ പ്രാർത്ഥനകളും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൃത്യമായി അമ്മയുടെ പാദത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു വ്യക്തിയോട് ഇതുപോലെ ഫീസിൻ്റെ കാര്യം പറഞ്ഞപ്പം അയാൾ പറഞ്ഞ് KSFയിൽ ഒരു ചിട്ടിക്ക് ചേർന്നാൽ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള ചിട്ടി പിടിച്ചിട്ട് കാശുണ്ടാക്കാൻ പറ്റും, വസ്തു ലോൺ വെക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ മോളും കൂടെ KSF ചെന്നപ്പം അവർ ഒരു കാരണവശാലും വഴിയില്ലാത്ത വസ്തുവിന് ചിട്ടിക്ക് ചേർന്നിട്ട് ഈട് വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങളെ പറഞ്ഞു വിട്ടു. ഞാനവിടെ ശകലം നേർച്ച വസ്തുവായ ഉപ്പിട്ടിട്ട് ഞാനിഞ്ഞ് പോരുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാനും എൻ്റെ മോളും ഈ അൾത്താരയിലിരുന്ന് വളരെ വിഷമിച്ചതിന് ശേഷം ഞങ്ങൾ അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. അച്ഛനെ കാണാൻ വേണ്ടിയിട്ടുള്ള ചീട്ടെടുത്തു. ഞങ്ങളുടെ പ്രമാണം അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അച്ഛൻ അമ്മയുടെ പാദത്തിൽ ആ പ്രമാണം വെച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മകളുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ച് വിട്ടു. ഞങ്ങൾ വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം തന്നെ ആ ചിട്ടി ഏജൻറ്റ് വിളിച്ച് പറഞ്ഞ് നിങ്ങൾ ചിട്ടി ഓഫീസിലേക്ക് ചെല്ലുക, നിങ്ങൾക്ക് ചിട്ടി പൈസ തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 2 ചിട്ടിക്ക് ചേർന്നു. അപ്പം ആ മാഡം പറഞ്ഞ് ഈ ചിട്ടി വീഴുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിട്ടി പൈസയും ഒരു ചിട്ടി ലോണും ആക്കി തരാമെന്ന് പറഞ്ഞു. 251 കുറിയുള്ള ചിട്ടിയിൽ ഫസ്റ്റ് ചിട്ടി എൻ്റെ മകൾ പൂജയ്ക്ക് തന്നെയാണ് വീണത്. അങ്ങനെ ആ ചിട്ടി പൈസയും ലോണുമായി ആ പൈസ തരികയും ഞങ്ങൾ കോളേജിൽ അടയ്ക്കുകയും ചെയ്ത്. പിന്നീട് ഞങ്ങൾക്ക് വീണ്ടും ആ കോളേജിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. കാരണം മോള് 2 മാസം പുറത്ത് നിന്ന അറ്റൻഡൻസിലും ഇൻറ്റേണലും ഇല്ലാതെ ഒരു കാരണവശാലും അവർ എക്സാം എഴുതിക്കത്തില്ല എന്ന് എൻ്റെ കുട്ടിയോട് തീർത്ത് പറഞ്ഞു. എനിക്ക് അറ്റൻഡൻസും ഇൻറ്റേണൽ മാർക്കും ഇല്ലായിരുന്നു. അവരൊരു കാരണവശാലും പരീക്ഷ എഴുതിക്കത്തില്ല എന്ന് തീർത്ത് പറഞ്ഞു. ആ സമയത്താണ് അവിടെ എന്തോ ഇൻസ്പെക്ഷൻ വരുന്നതും പിന്നെ അവർക്ക് അറ്റൻഡൻസിൻ്റെ കാര്യങ്ങളൊന്നും വലുതായിട്ട് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അതുവഴി എനിക്ക് അറ്റൻഡൻസ് ലിസ്റ്റ് ഇട്ട് വന്നപ്പോൾ 40-45% അറ്റൻഡൻസ് ഉണ്ടായിരുന്നത് ലിസ്റ്റ് ഇട്ട് വന്നപ്പം 80% അറ്റൻഡൻസ് ആവുകയും അതുവഴി എനിക്ക് എക്സാം എഴുതാൻ കഴിയുകയും ചെയ്തു. എക്സാമിൻ്റെ സമയത്ത് എനിക്ക് വല്ലാത്ത പാൽപിറ്റേഷനും ഷിവറിങ്ങും ഒക്കെ ആയിട്ട് എക്സാമിൻ്റെ ദിവസങ്ങളിലൊന്നും പഠിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി. ആ ദിവസങ്ങളിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് കാര്യമായിട്ട് പഠിക്കാനൊന്നും പറ്റുന്നില്ല. പ്രാർത്ഥന ഞാൻ മുടക്കുന്നുണ്ടായിരുന്നില്ല, പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു.
പ്രാർത്ഥിച്ചിട്ട് അമ്മ പറയായിരുന്നു, പഠിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നീ പോയി അറ്റൻഡ് ചെയ്തിട്ട് വാ. ഞാൻ നേർച്ച വസ്തുക്കളും എൻ്റെ കാശ് രൂപമായിട്ടായിരുന്നു എക്സാം ഹാളിൽ പോകുന്നത്. അതുവഴി ഞാൻ പോയി പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ പോലും ഞാൻ നല്ല മാർക്ക് വാങ്ങി പാസ്സായി. ഞാൻ എക്സാം ഹാളിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ടേബിളിൽ എഴുതുന്ന ഐ ക്യാൻ ഡു എനിത്തിങ് ത്രൂ ഗോഡ് ഹൂ സ്ട്രെങ്തൻസ് മീ, ഫിലിപ്പീൻസ് 4:13 ആയിരുന്നു. അത് എഴുതിയിട്ട് ഞാൻ എഴുതാൻ തുടങ്ങുമായിരുന്നു. ഞാൻ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എന്തൊക്കെയാണ് എഴുതിയെന്നൊന്നും അറിയില്ല, പക്ഷേ മാർക്ക് വന്നപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിന് മേളിൽ മാർക്കുണ്ടായി. ഞാൻ നല്ല മാർക്ക് വാങ്ങിച്ച് വിജയിക്കുകയും ചെയ്തു. 5:30 തന്നെ പ്രാർത്ഥിക്കും. ബൈബിള് അരമണിക്കൂറൊന്നുമല്ല, എപ്പോഴൊക്കെ ഒക്കുമോ അപ്പോഴെല്ലാം ബൈബിള് വായനയുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം. ഞാനും എൻ്റെ മോളും കൂടെ ഈ പരീക്ഷയുടെ തലേ ദിവസവും 4:30 പത്രവുമായിട്ട് കോഴിക്കോട് ബസ് സ്റ്റാൻഡുകളിൽ നടക്കുകയാണ്. കൊടുക്കാനായി നടക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് എൻ്റെ മോളോട് ചോദിച്ചു, എന്തിനാണ് കൊച്ചേ, നിന്നെ കണ്ടിട്ട് നല്ല വീട്ടിലെ ഒരു കുട്ടിയാണല്ലോ, നിനക്ക് ഈ പത്രവും കൊണ്ട് ഇങ്ങനെ ഈ ബസ് സ്റ്റാൻഡ് തോറും നടക്കേണ്ട ആവശ്യം എന്താണ്, നീ എന്തിനാണ് ഇതിനു വേണ്ടി ഇങ്ങനെ നടക്കുന്നത്? അപ്പോൾ എൻ്റെ മകൾ ഒന്നും ഈശോയെക്കുറിച്ച് കുറേ കുറ്റപ്പെടുത്തലുകൾ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എൻ്റെ മോളൊന്നും മിണ്ടിയില്ല. ഇത് ചോദിച്ചപ്പോൾ, നീ നല്ല വീട്ടിലെ ഒരു കുട്ടിയല്ലേ, നീ എന്തിനീ പത്രവുമായി ഇങ്ങനെ ഈ ബസ് സ്റ്റാൻഡ് തോറും നടക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മകൾ പറഞ്ഞു, ഞാൻ നല്ല വീട്ടിലെ കുട്ടിയാണെങ്കിലേ ഞാൻ ഈശ്വരവിളിയുള്ള എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മകളായി ജനിച്ചതാണ് എൻ്റെ ഭാഗ്യം. അതുകൊണ്ടാണ് ഞാൻ ഈ പത്രവും കൊണ്ടിറങ്ങിയിരിക്കുന്നത്. അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്യുന്ന ഈശോയുടെ മാതാവിൻ്റെ സന്ദേശമാണിത്. അങ്കിള് ഇത് വായിച്ചു നോക്ക്. ഒരു പത്രം അയാൾ വാങ്ങി, പക്ഷേ ഈ 4:30 പത്രം കൊടുക്കുന്നിടം വരെയും എൻ്റെ മകളെ മാത്രം നോക്കി ആ മനുഷ്യൻ ആ ബസ് സ്റ്റാൻഡിൽ അവിടെ നിന്ന് അത് ഇത്രയും കൊടുത്തു. അതുപോലെ തന്നെ കോഴിക്കോട് ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ ആഹാരം കിട്ടാതെ ഇരിക്കുന്ന ഭിക്ഷക്കാർക്ക് ഞങ്ങൾ 10-15 പൊതി ഭക്ഷണം ഞാനും എൻ്റെ മോളുടെ കോളേജ് ഇല്ലാത്ത ദിവസങ്ങളിൽ അവിടെ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ സമീപത്ത് പുതിയകാവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു TV ഹോസ്പിറ്റലുണ്ട്. അവിടെ ഞങ്ങൾ 10-15 ബെഡുള്ള ഒരു പാവപ്പെട്ട നിവർത്തിയില്ലാത്ത ആൾക്കാരാണ് അവിടെ രോഗ ചികിത്സയ്ക്കായി വന്ന് കിടക്കുന്നത്. ആ ബെഡുകളിലേക്ക് മൊത്തം ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ബ്രെഡ്, ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങൾ എല്ലാം വാങ്ങി ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാറുണ്ട്. ഉപവാസം ഒറ്റ ആഴ്ചയിൽ ഞങ്ങൾ ബുധനാഴ്ച എന്നൊരു ദിവസമുണ്ട് ഞങ്ങൾ ഉപവാസം എടുത്തിരിക്കും. ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഞങ്ങൾ ഹിന്ദു സമുദായത്തിൽ പിറന്നവരാണ്. പക്ഷേ വെളുപ്പിനെ 5 മണിക്കൊരു ചായ കുടിക്കും. അത് കഴിഞ്ഞ് സന്ധ്യയ്ക്ക് 6 മണിക്ക് ശകലം കഞ്ഞിയും പയറുമാണ് ഞങ്ങൾ കഴിക്കുന്നത്. അത്രയും സമയം വരെ ഞങ്ങൾ വേറെ യാതൊരു ഭക്ഷണവും ഉപയോഗിക്കാറില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഉപവാസം എടുക്കുന്നത്. അറിയും പോലെ ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ദാനധർമ്മങ്ങളും എല്ലാം ഞങ്ങളാൽ കഴിയുന്ന പോലെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. പൂജ സുരേന്ദ്രൻ എന്ന ഈ മകളും അമ്മയും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഒത്തിരി നന്ദിയോടും സന്തോഷത്തോടും കൂടി മകൾക്ക് ലഭിച്ച MBBS പഠന വിജയത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ്. കേവലം പഠിക്കുവാൻ കഴിവുള്ളൊരു വ്യക്തി പരീക്ഷ എഴുതി വിജയിച്ചതിൻ്റെ സാക്ഷ്യമല്ല മകൾ പങ്കുവയ്ക്കുന്നത്. 2012 മകൾ ഫസ്റ്റ് MBBSന് പഠിക്കുവാൻ പ്രവേശിക്കുകയും പരീക്ഷ എഴുതുവാനുള്ള ഭയം മൂലം അവിടെ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയും പിന്നീട് 7 വർഷത്തോളം പഠിക്കുവാനാവാതെ പരീക്ഷയുടെ പേടികൊണ്ട് വല്ലാതെ ജീവിതം ക്ലേശപൂർണമായി മുന്നോട്ട് പോയതിൻ്റെ ഒരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. 2020 ജോസഫ് അച്ഛനെ വന്ന് കണ്ട് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴാണ് തിരികെ അവസാന നിമിഷങ്ങളാണ്, ഇനി വൈകുവാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് കോളേജിൽ നിന്നും മകളെ വിളിച്ചുകൊണ്ടാണ് തിരികെ ആ പഠനം തുടരുന്നതിന് വേണ്ടി കോളേജിൽ പ്രവേശിപ്പിക്കുന്നത്. എന്നാൽ കോളേജിൽ പഠിക്കുവാൻ വേണ്ടി ചെന്ന് തുടങ്ങുമ്പോൾ കുറേ കൂടി ആത്മശക്തിയോടുകൂടിയാണ് മകൾ പഠിക്കുവാൻ ചെല്ലുന്നത്. കാരണം മകൾക്ക് കരുത്തായിട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കളുണ്ട്. ഉടമ്പടി തൈലം എന്നും കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമാണിത്. ഉടമ്പടി കാശുരൂപം എപ്പോഴും കയ്യിൽ പിടിച്ചുകൊണ്ട് ക്ലാസ്സിൽ പോകുന്ന മകളുമായിരുന്നു. അങ്ങനെ ഏതാണ്ടൊരു 6-7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് MBBS പഠനം തുടരുന്നതിന് വേണ്ടി മകൾ കോളേജിൽ ചെല്ലുന്നത്. ആദ്യ വർഷത്തെ 4 വിഷയങ്ങളും
ഡിസ്റ്റിങ്ഷനോടുകൂടി ആ പരീക്ഷ എഴുതി വിജയിക്കുവാൻ മകൾക്ക് സാധിക്കുന്നുണ്ട്. അമ്മ പങ്കുവയ്ക്കുന്നുണ്ട്. പിന്നീട് ഓരോ വർഷവും ഏറ്റവും നല്ല രീതിയിൽ പഠനത്തിലേക്കും പരീക്ഷയിലേക്കും പ്രവേശിക്കുവാൻ സാധിച്ചിരുന്നുവെന്ന്. അതിന് അവർ പറയുന്ന 2-3 കാരണങ്ങൾ. ഒന്ന്, എല്ലാ ദിവസവും രാവിലെ 5 മണിയാകുമ്പോൾ തന്നെ റെഡിയായി 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തയ്യാറാകുമായിരുന്നു. 2 പേരും, അമ്മയും മോളും. ദിവസവും 4 ജപമാലയെങ്കിലും മുടങ്ങാതെ കുടുംബം ചൊല്ലിക്കൊണ്ടിരുന്നു. പ്രേക്ഷിത പ്രവർത്തനത്തിന് അണുവിട വിട്ടുവീഴ്ചയില്ലാതെ അത് പൊതുനിരത്തുകളിൽ പോയി എല്ലാവരും കാണുക, അങ്ങനെ പത്രം കൊടുത്തുകൊണ്ട് അത് ആ സഹോദരി പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വിശ്വാസമില്ലാത്തവരെ വിശ്വാസം പറഞ്ഞറിയിക്കുക, വിശ്വാസമുള്ളവർക്ക് വിശ്വാസം ആഴപ്പെടുത്തുവാൻ വേണ്ടി കർത്താവിനെക്കുറിച്ച് പറഞ്ഞ് അത് കൊടുത്തുകൊണ്ടിരിക്കുക. അതിൽ ഒരു ദിനം അനുഭവിച്ച ക്ലേശത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. അത് പരീക്ഷയുടെ തൊട്ട് തലേ ദിവസം പത്രം കൊടുക്കുവാനായി പോകുമ്പോൾ മകളെ അല്പമൊന്ന് കുത്തുനോൽപ്പിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ കുത്തുനോൽപ്പിച്ചാണ് ചോദിക്കുന്നതെങ്കിലും മകൾ ശക്തമായി തന്നെ കർത്താവിൻ്റെ സുവിശേഷം പൊതുനിരത്തിൽ പങ്കുവയ്ക്കുന്നതാണ് മകളുടെ സാക്ഷ്യത്തിൽ നമ്മൾ കേട്ടത്. അവസാനവട്ട പരീക്ഷയിലേക്ക് വരുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി കുടുംബത്തെ വല്ലാതെ അലയ്ക്കുന്നുണ്ട്. എങ്ങൊന്നും കടം കിട്ടുന്നില്ല. പുരയിടം പണയം വെച്ച് ലോൺ എടുക്കുവാൻ നോക്കുമ്പോൾ അത് സാധിക്കുന്നില്ല. വടിയില്ലാത്തത് മൂലം അത് പ്രശ്നമാകുന്നു. അങ്ങനെ ആരോ പറഞ്ഞു KSFയുടെ ചിട്ടിക്ക് ചേരുവാനും ചിട്ടി വഴി അവിടുന്ന് ലോൺ എടുക്കുവാനും. അവിടെ ചെന്ന് ആദ്യം എല്ലാം പറഞ്ഞതെല്ലാം ചെയ്ത് നടപടിക്രമമെല്ലാം പൂർത്തിയായി ലോണിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുമ്പോൾ വഴിയില്ലാത്തത് കൊണ്ട് ലോൺ അനുവദിക്കുവാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവരും മുടക്കുകയാണ്. അങ്ങനെയാണ് ജോസഫ് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിക്കുവാനും അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ സന്ദേശത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ആ പുരയിടത്തിൻ്റെ ആധാരം കൊണ്ടുവന്ന് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ കാൽപാദത്തിങ്കിൽ സമർപ്പിച്ചുകൊണ്ട് അച്ഛൻ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ച് ആശീർവദിച്ച് വിടുന്നു. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ KSFയിൽ നിന്നും ഏജൻറ്റ് വഴി ഭവനത്തിലേക്ക് വിളിക്കുകയാണ്, തിരികെ വരിക, നമുക്ക് പരിശ്രമിക്കാമെന്ന്. സഹോദരി പറയുന്നൊരു കാര്യം ശ്രദ്ധേയമാണ്. 251 പേർ ചിട്ടിയിലുണ്ട്. ആദ്യത്തെ ചിട്ടി എടുക്കുകയാണ്. ഒരെണ്ണം വീണാൽ അടുത്തത് രണ്ടാമതെടുത്തിരിക്കുന്ന ആ ചിട്ടിയുമായി ചേർത്ത് ആവശ്യമുള്ള തുക ലോണിന് കൊടുക്കാമെന്ന് പറയുന്നു. 6-8 ലക്ഷം രൂപയുടെ കാര്യമാണ്. അത്രയും തുകയ്ക്ക് വേണ്ടി ഈ കുടുംബം ചേർന്നിരിക്കുന്ന ചിട്ടിയുമാണത്. അങ്ങനെ 251 പേരിൽ അത് പെട്ടെന്നൊന്നും അടിക്കുവാൻ യാതൊരു സാധ്യതയുമില്ലാത്ത സാഹചര്യത്തിൽ അമ്മ മാതാവിൻ്റെ മാത്രം കൃപയിൽ, അമ്മ മാതാവിൽ മാത്രം ശരണപ്പെട്ട് പൂർണ്ണമായി ആശ്രയിച്ച് മറ്റൊരു വഴിയുമില്ല, അമ്മ മാതാവ് തന്നെ വഴി തുറക്കണമെന്ന് ഈ ആലയത്തിലെത്തി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ പ്രാർത്ഥിക്കുകയും ജോസഫച്ചൻ്റെ ആശീർവാദം വാങ്ങി പോകുകയും ചെയ്യുമ്പോൾ ആദ്യത്തെ നറുക്ക് വീണുകൊണ്ട് ആ പൂജയ്ക്ക് ആദ്യത്തെ നറുക്ക് പൂജയുടെ പേരിൽ വീണുകൊണ്ട് ചിട്ടി ലഭിക്കുന്നു. അങ്ങനെയാണ് രണ്ടാമത്തത് കൂടി ശരിയാക്കി കൊടുത്ത് കോളേജിൽ അതടയ്ക്കുന്നത്. കോളേജിൽ പ്രവേശനം ലഭിച്ചു. പരീക്ഷ എഴുതുവാനായിട്ട് ഇൻറ്റേർണൽ മാർക്കിൻ്റെയും ഹാജറിൻ്റെയും വിഷയം വരുന്നു. അതും ഏതാണ്ട് പഠനം വഴിമുട്ടുന്നു, ഇയർ ലാഗ് വരുന്നു, വീണ്ടും കാര്യങ്ങൾ ക്ലേശത്തിലാകുമോ എന്ന് ബുദ്ധിമുട്ടിലാവുന്നു. മകൾ വീണ്ടും ശാരീരികമായ അസ്വസ്ഥതകളിലേക്ക് പോകുന്നു. അപ്പോഴും അമ്മ പറയുന്നുണ്ട്, ധൈര്യമായിരിക്കുക, ഇത്ര നാളും അമ്മ മാതാവാണ് കൂടെ വന്നതെങ്കിലും വിജയിപ്പിച്ചതെങ്കിൽ ഉറപ്പിച്ച് അമ്മ തന്നെ നമ്മളെ ഇതിന് മുന്നോട്ട് നയിക്കുമെന്ന്. ഉടമ്പടി തൈലം പൂശിയും കാശുരൂപം കൊടുത്തുകൊണ്ടും മകളെ പ്രത്യാശയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മകൾ അപ്പോഴാണ് പറയുക, ഞാൻ എന്നും ഉച്ചരിച്ചു കൊണ്ടിരുന്ന തിരുവചനമാണ് ഫിലിപ്പിയർ 4:13. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഫിലിപ്പിയർ 4:13, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. മകൾ പറയുന്നുണ്ട്, എത്ര കണ്ട് തവണ ഇത് ഉച്ചരിച്ചെന്ന് എനിക്കറിയില്ല, ഈ വചനം മാത്രം എനിക്ക് ആശ്രയം, അമ്മ മാതാവിൻ്റെ ജപമാലയും വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മാത്രം എൻ്റെ ആശ്രയം. ഞാൻ അങ്ങനെ ഈ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുമ്പോൾ ആദ്യം 40% ഹാജർ എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്ത് കിട്ടുമ്പോൾ 80% അതിൽ കാണുന്നു. ഇൻറ്റേർണൽ മാർക്ക് ആവശ്യത്തിന് ലഭിക്കുന്നു. പരീക്ഷ എഴുതുവാൻ തടസ്സങ്ങളൊക്കെ മാറുന്നു. പരീക്ഷ എഴുതുന്നു. ആ കോളേജിലെ ഏറ്റവും ഉന്നതമായ മാർക്കോടുകൂടി മകൾ വിജയിക്കുന്നു.
പ്രിയമുള്ളവരെ, ഇതൊരു ചെറിയ സാക്ഷ്യമല്ല, സാധാരണ സാക്ഷ്യവുമല്ല. അമ്മ പറയുന്നുണ്ട്, ഞങ്ങൾ ഹൈന്ദവ കുടുംബത്തിലെ അംഗങ്ങളാണ്. പക്ഷേ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത അന്ന് മുതൽ ഞങ്ങളുടെ വിശ്വാസത്തിന് ലഭിച്ച ആഴം, എല്ലാവരോടും ഈശോയെക്കുറിച്ച് പറയുവാനുള്ള ധൈര്യവും സന്തോഷവും, ഏത് പ്രതിസന്ധിയിലും നിലം പറ്റ് വീണാലും അമ്മ മാതാവ് കാക്കുമെന്ന പൂർണ്ണ ശരണത്തോടുകൂടി ഞങ്ങൾ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് ഏറ്റവും ഗുണകരമായി, ഏറ്റവും മികവുള്ള രീതിയിൽ നല്ല വിജയം മകൾക്ക് നൽകിക്കൊണ്ട് കുടുംബത്തെ സഹായിച്ചുവെന്ന്. 7 വർഷം ആദ്യ വർഷത്തെ പരീക്ഷ എഴുതുവാൻ നഷ്ടപ്പെട്ട മകൾ അവസാന വർഷം ഏറ്റവും ഉയർന്ന മാർക്കോടുകൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഉടമ്പടിയിൽ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ അൾത്താരയിൽ നിൽക്കുകയാണ്. ഈ വലിയ അനുഗ്രഹം ഈ കുടുംബത്തിൽ നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാരനും കരങ്ങളടിച്ച് നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.